ഐക്യാൻഡി മെമ്പേഴ്സ് എല്ലാം ഓക്യുവിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ശേഷം ഗ്രൗണ്ടിലിരിക്കുകയാണ്. അപ്പോൾ പോലീസ് അവിടേക്ക് വരുന്നു. അവർ ട്രാപ്പിലാകുന്നുണ്ട്. അതേസമയം സൂഹിയുടെ ജിഹക്കിനെ കോൾ ചെയ്യാണ്. പക്ഷെ അവൻ കോൾസ് ഒന്നും പിക്ക് ചെയ്യുന്നില്ല. കാരണം അവൻ്റെ ഫോൺ അവൻ ആ സ്റ്റോറിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിലേക്ക് ആരോ വരുന്നു. സൂഹ വിചാരിക്കുന്നത് ജിഹക്കാണെന്നാണ്. പക്ഷെ അത് സിയൂജിനായിരുന്നു. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നെ കോൾ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഈ ഹൗസ് ഓണറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ എന്നെ കോൾ ചെയ്തു. ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ എൻ്റെ സിസ്റ്ററിൻ്റെ അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച്? ഇപ്പോഴാ വീട് കാലിയാണ്. നീ കുറച്ച് ദിവസത്തേക്ക് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അവൻ പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ ഓക്കെയാണ്. എന്നെ കാണാൻ വേണ്ടി നീ ഇവിടേക്ക് വന്നല്ലോ. ഞാൻ അതിൽ തന്നെ ഒരുപാട് ഹാപ്പിയാണെന്ന് അവൾ പറയുന്നുണ്ട്. ഈ ഹൗസ് ഓണർ നീ കൊടുത്ത ഡെപ്പോസിറ്റ് ആ ഗുണ്ടകൾക്ക് കൊടുത്തു എന്ന് തോന്നുന്നു. നീ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ലെന്ന് സൂഹ പറയുമ്പോൾ നീ പറയാൻ ഉദ്ദേശിക്കുന്നത് നീ ഇവിടെ ജിഹക്കിനെ വെയിറ്റ് ചെയ്യുന്നല്ലേ? നിന്റെ മനസ്സിലുള്ള ആള് ജിഹക്കല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. സൂഹ അതേന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് സിയോജിന് ഒരുപാട് ദേഷ്യം വരുന്നു. ഞാൻ എന്തിനാ നിനക്ക് വേണ്ടി വറിയുന്നത്? നിന്റെ മനസ്സിൽ ഞാൻ ആരുമല്ലല്ലോ എന്ന് പറഞ്ഞ് സിയോജിന് അവിടുന്ന് പോകുന്നു. ഇവിടെ ഹാരി ഐക്യാൻഡി മെമ്പേഴ്സിനെല്ലാം വഴക്ക് പറയുന്നു. കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാർണിംഗ് ആണ്. നെക്സ്റ്റ് ടൈം ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കുമെന്ന് അവൾ പറയുന്നുണ്ട്. മാനേജർ ഐക്യാൻഡി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നെല്ലാം ഫോൺ വാങ്ങുന്നു. ജിഹക്കിനോട് ഫോൺ ചോദിക്കുമ്പോൾ എൻ്റെ ഫോൺ എൻ്റെ പക്കൽ ഇല്ലെന്ന് അവൻ പറയുന്നുണ്ട്. സൂഹ ജിഹക്കിനെ കോൾ ചെയ്യാണ്. അവൻ ഫോൺ എടുക്കാതെയാകുമ്പോൾ എന്തു പറ്റി കാണുമെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ എല്ലാവർക്കുമുള്ള ഫുഡുമായി ഓക്യുൻ വരുന്നു. ഹ്യൂൻസ് നല്ല ദേഷ്യത്തിലായിരുന്നു. നീ കാരണമാണ് ഞങ്ങൾക്ക് ഈ അവസ്ഥ വന്നതെന്ന് അവൻ പറയുന്നുണ്ട്. ഓക്യുൻ അവരോട് എല്ലാവരോടും സോറി പറയുന്നു. എനിക്കറിയാം നീ ഞങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഗസ്റ്റ് അലൗഡ് അല്ല. നീ കാരണം കമ്പനി ഞങ്ങളെ പുറത്താക്കേണ്ടതായിരുന്നു എന്ന് ഹ്യൂൻസോ പറയുന്നു. ഇവളും നമ്മുടെ ഫാമിലി മെമ്പർ ആണെന്ന് ക്യൂൻജങ് പറയുന്നു. പക്ഷെ ഹ്യൂൻസോ അപ്പോഴും നല്ല ദേഷ്യത്തിലായിരുന്നു. നിന്നെ മാനേജർ ഇവിടെ കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും പ്രശ്നമാകും. അതുകൊണ്ട് നീ ഇവിടുന്ന് പോകാൻ അവൻ പറയുന്നുണ്ട്. ഹ്യൂൻസോട് മിണ്ടാതിരിക്കാൻ ജിയൊക്കെ പറയുന്നു. ബാൻഡ് ലീഡറായി നീ ഈ പ്രശ്നം സോൾവ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നതെന്ന് ഹ്യൂൻസോ പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ പേരിൽ ഫൈറ്റ് ചെയ്യണ്ട. ഇതെല്ലാം ഞാൻ കാരണമാണെന്ന് അവൾ പറയുന്നു. ഹ്യൂൻസോ ദേഷ്യത്തിൽ അവിടുന്ന് എണീറ്റ് പോകുന്നുണ്ട്. ഞാനിവിടെ വരാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബെറ്റർ എന്ന് ഓക്യുൻ സാഡായിട്ട് പറയുന്നു. ഇത് കേട്ട് ജങ്ദോ ഒരുപാട് സാഡാകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഹ്യൂൻസോ പ്രാക്ടീസ് ചെയ്യാണ്. യേറൻ അവിടേക്ക് വരുന്നു. എന്നിട്ട് അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിനക്കെന്താ എന്നെ അറിയാവൂന്ന് അവൻ ചോദിക്കുമ്പോൾ ഇല്ല, പക്ഷെ നിന്നെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അവൾ പറയുന്നു. പക്ഷേ എനിക്ക് നിന്നിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലെന്ന് അവൻ പറയുന്നു. ഇത് സ്റ്റാർട്ടിംഗ് ആണെന്ന് പറഞ്ഞ് ഏറിൻ അവിടുന്ന് പോകുന്നുണ്ട്. അവൾ പോകുന്ന അവൻ നോക്കുന്നു. മാനേജർ അപ്പോൾ അവൻ്റെ അടുത്ത് വന്ന് നിന്റെ മദറിൻ്റെ കോളാണെന്ന് പറഞ്ഞ് ഫോൺ അവന് കൊടുക്കുന്നുണ്ട്. നിന്റെ സിസ്റ്റർ ഹോസ്പിറ്റലിലാണെന്ന് മദർ പറയുന്നു. ഇത് കേട്ട് ഹ്യൂൻസോ അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ഹ്യൂൻസോ വീട്ടിലേക്ക് വരുന്നത്. ഇത് ജിഹക്ക് കാണുന്നു. നീ എന്താ പ്രാക്ടീസ് കഴിഞ്ഞ് ഇപ്പോഴാണോ വരുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഹ്യൂൻസോ ഒന്നും പറയാതെ സാഡായി അകത്തേക്ക് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ജിയക്കിൻ്റെ ഫോണിൽ നിന്ന് സൂഹയ്ക്ക് കോള് വരുന്നു. അവൾ ഹാപ്പിയായി കോൾ എടുക്കുന്നുണ്ട്. പക്ഷേ അത് ജിഹക്കല്ലായിരുന്നു. അവൻ ഫോൺ വെച്ചിട്ട് വന്ന് ആ ഷോപ്പിൽ നിന്നാണ് കോൾ ചെയ്യുന്നത്. ഈ സീനിൽ ഐക്യാൻഡി മെമ്പേഴ്സ് എല്ലാം പ്രാക്ടീസ് കഴിഞ്ഞ് ഒരുപാട് ടയേർഡായി വീട്ടിലേക്ക് വരുന്നു. ജിഹക്ക് അപ്പോൾ വെളിയിലേക്ക് പോകാൻ തുടങ്ങുന്നു. നീ എവിടേക്ക് പോവുകയാണെന്ന് ഹ്യൂൻസോ ചോദിക്കുന്നുണ്ട്. കുറച്ച് ഫ്രഷ് എയറിന് വേണ്ടി താൻ വെളിയിൽ പോവുകയാണെന്ന് അവൻ പറയുന്നു. ഇവിടെ ഹാരിയും റോക്കിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാരിക്ക് കോൾ വരുന്നു. ഐക്യാൻഡിയുടെ മാനേജർ ജോബ് ഉപേക്ഷിച്ചെന്നും അവരെ മാനേജ് ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റില്ലെന്നും അയാൾ പറയുന്നുണ്ട്. റോക്കിയും ഐക്യാൻഡിയുടെ ആ പഴയ ടീച്ചറിനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് അവരുടെ മാനേജറായി അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. റോക്കിയും ആ ടീച്ചറും ഫ്രണ്ട്സാണ്. ഇവിടെ ജിഹക്ക് സൂഹയെ കാണാൻ അവളുടെ വീട്ടിലേക്ക് വരുന്നു. പക്ഷേ അവളുടെ സാധനങ്ങളെല്ലാം വെളിയിലിരിക്കുന്ന അവൻ കാണുന്നുണ്ട്. അകത്ത് കയറി നോക്കുമ്പോൾ അവൾ അതിനകത്തുണ്ടായിരുന്നില്ല. അതിനുശേഷം അവൻ അവൻ്റെ വീട്ടിലേക്ക് വരുന്നു. പെട്ടെന്ന് വീട്ടിനുള്ളിൽ നിന്ന് ലൈറ്റ് കത്തുന്നുണ്ട്. അവൻ പേടിക്കുന്നു. ആരാണ് അകത്തുനിന്ന് അവൻ ചോദിക്കുന്നുണ്ട്.
സൂഹ വെളിയിലേക്ക് വരുന്നു. തനിക്കിപ്പോൾ വീടില്ലെന്നും അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് താൻ ഇവിടെ സ്റ്റേ ചെയ്യുകയാണെന്നും അവൾ പറയുന്നുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് കോൾ ചെയ്തിരുന്നു. ഈ ഫോൺ നീ മറന്നു വെച്ചിട്ട് വന്ന ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണെന്ന് അവൾ പറഞ്ഞ് ആ ഫോൺ അവന് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഐ ക്യാൻഡി മെമ്പേഴ്സ് എല്ലാം കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവരുടെ പുതിയ മാനേജർ അവിടേക്ക് വരുന്നു. ഹാജിനെ എണീപ്പിക്കുന്നുണ്ട്. ടീച്ചറിന്റെ ഫേസ് കണ്ട് അവൻ പേടിക്കുന്നു. ആരാണെന്ന് ചോദിച്ച് ക്യൂൻജങ് എണീക്കുന്നു. ടീച്ചറിനെ കണ്ട് അവനും പേടിക്കുന്നുണ്ട്. ശബ്ദം കേട്ട് ഹ്യൂൻസോം ജിഹക്കും അവിടേക്ക് വരുന്നു. നിങ്ങൾ എന്താ സ്വപ്നം കാണുകയാണോ? ഇവിടെ എങ്ങനെ ടീച്ചർ വരുന്നതെന്ന് ചോദിച്ച് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ടീച്ചറിനെ കണ്ട് അവരും പേടിക്കുന്നുണ്ട്. റോക്കിയും ഐ ക്യാൻഡി മെമ്പേഴ്സിനോട് സംസാരിക്കുന്നു. ഇത് നിങ്ങളുടെ പുതിയ മാനേജറാണെന്നും 6 മാസത്തേക്ക് നിങ്ങളെ മാനേജ് ചെയ്യുമെന്നും പറയുന്നു. ടീച്ചറും ഞാനും ഒരേ ബാൻഡിലായിരുന്നു എന്നും റോക്കിയും പറയുന്നുണ്ട്. മ്യൂസിക് ബാൻഡിൽ ടീച്ചർ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞ് അവരെല്ലാവരും സർപ്രൈസ് ആകുന്നുണ്ട്. ഡ്രം ബീറ്റ് ചെയ്ത് ടീച്ചർ സ്റ്റുഡൻസിനെ കാണിക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. തങ്ങളുടെ ആ പഴയ ടൈമിനെ കുറിച്ച് ഐ ക്യാൻഡി മെമ്പേഴ്സിനോട് റോക്കിയും ടീച്ചറും സംസാരിക്കുന്നു. നെക്സ്റ്റ് സീനിയർ സ്കൂളിൽ സൂഹ നടന്നു വരികയാണ്. അവളുടെ ഫ്രണ്ട് ഓടി വന്ന് ഐ ക്യാൻഡി ടോപ്പ് 10-ലാണെന്ന് പറഞ്ഞ് അവരെക്കുറിച്ച് സംസാരിക്കുന്നു. അവരുടെ പാട്ടും പാടുന്നുണ്ട്. ഇതെല്ലാം പ്യൂഞ്ചോ കേൾക്കുന്നു. അവൻ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അവരുടെ സ്റ്റുഡൻറ്റിനെ സൂഹയുടെ അടുത്തേക്ക് പുഷ് ചെയ്യുന്നു. സൂഹ താഴെ വീഴുന്നുണ്ട്. ഇത് കണ്ട് അവളുടെ ഫ്രണ്ട് പ്യൂഞ്ചോ വഴക്ക് പറയുന്നു. നിനക്കും വേണമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. സൂഹ പ്യൂഞ്ചോട് ദേഷ്യപ്പെടുന്നു. നിന്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്ന സ്ഥിതിക്ക് നീ സോറി പറയാൻ അവൾ പറയുന്നുണ്ട്. ഡൂങ്ങി സിയോജിന്റെ അടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും അവനോട് പറയുന്നു. നീ ഇപ്പോൾ സിയോജിന്റെ ഗേൾഫ്രണ്ട് അല്ല. നീ ഒരുപാട് ബ്യൂട്ടിഫുൾ ആണ്. ഈ സ്കൂളിലെ ബോയ്സിനെല്ലാം നിന്നെ ഒരുപാട് ഇഷ്ടവുമാണ്. എന്താ സ്കൂൾ കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവൻ ചോദിക്കുന്നു. നീ എന്തെങ്കിലും ചെയ്യാൻ ഡൂമി സിയോജിനോട് പറയുന്നു. പക്ഷേ അവനൊന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. സൂഹ ദേഷ്യത്തിൽ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ പ്യൂഞ്ചോ അവളുടെ മുടിയിൽ പിടിക്കുന്നു. നീ ആരോടാണ് ഈ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത്? സിയോജിന്റെ സപ്പോർട്ടില്ലാതെ നീ ഒന്നുമല്ലെന്ന് പറഞ്ഞ് അവൻ അവളെ താഴേക്ക് പുഷ് ചെയ്യുന്നു. എന്നിട്ട് അവളെ അടിക്കാൻ തുടങ്ങുന്നുണ്ട്. സിയോജൻ വന്ന് അവനെ ബ്ലോക്ക് ചെയ്യുന്നു. പ്യൂഞ്ചോ അവനോടും ദേഷ്യത്തിലായിരുന്നു. അവനെ അടിക്കുന്നുണ്ട്. ജങ്മാർ വന്ന് പ്യൂഞ്ചോയെ പിടിച്ചു മാറ്റുന്നു. നീ ഓക്കെ ആണോ എന്ന് സൂഹ സിയോജനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവനൊന്നും മിണ്ടാതെ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഐ ക്യാൻഡി തങ്ങളുടെ പുതിയ മാനേജറുമായി ഓഫീസിലേക്ക് വരുന്നു. അന്ന് ഐ ക്യാൻഡിയുടെ ഇന്റർവ്യൂ ആയിരുന്നു. നിങ്ങൾ പ്രിപ്പയർഡ് ആണോ എന്ന് ഹാരി ചോദിക്കുമ്പോൾ എല്ലാവരും അതേന്ന് പറയുന്നു. അന്ന് അവരുടെ ലൈവ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആകുന്നുണ്ട് ഇതറിഞ്ഞ്. ഇവരെ കൊണ്ട് ലൈവ് പെർഫോമൻസ് ചെയ്യാൻ പറ്റുമെന്ന് PA ചോദിക്കുമ്പോൾ ഇവരെ കൊണ്ട് പറ്റും. ഇവർ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് ഹാരി പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ അവരാരും ആൻസർ പറയുന്നത് സ്ക്രിപ്റ്റ് പോലെ അല്ലായിരുന്നു. കാരണം വായിച്ചതെല്ലാം അവർ മറന്നിട്ടുണ്ടായിരുന്നു. ഇവരിതെന്താ ചെയ്യുന്നതെന്ന് മറ്റുള്ളവരെല്ലാം ആലോചിക്കുന്നുണ്ട്. കുറച്ചെങ്കിലും പ്രോപ്പറായിട്ട് ആൻസർ പറയുന്നത് ഹ്യൂൻസോ മാത്രമേ ഉള്ളൂ. ഹാജിനും ക്യൂജങ്ങും ഇന്റർവ്യൂവിന് ശേഷം വെളിയിലേക്ക് വരുമ്പോൾ ഈറിനെ കാണുന്നു. ഹാജിൻ അവളുടെ അടുത്തുനിന്ന് സംസാരിക്കുന്നുണ്ട്. അവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് ഒരു കമ്പനിയിലാണെങ്കിലും അവരുടെ ആരുടെയും പക്കൽ പരസ്പരം നമ്പർ ഉണ്ടായിരുന്നില്ല. നമ്പർ സേവ് ചെയ്യാൻ തൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോണില്ലെന്ന് ഹാജിൻ പറയുമ്പോൾ ഈറിൻ അവൻ്റെ കയ്യിൽ അവളുടെ ഫോൺ നമ്പർ എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹാജിൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വരുന്നു. താൻ ഈറിനെ ഡേറ്റ് ചെയ്യുകയാണെന്നെല്ലാം അവൻ ഒരുപാട് പറയുന്നുണ്ട്. തന്നെക്കുറിച്ച് അവൻ ഒരുപാട് പുകഴ്ത്തി പറയുന്നു. ഇതെല്ലാം കേട്ട ശേഷം ഹ്യൂൻസ് അവിടുന്ന് പോകുന്നു. പ്രിൻസിപ്പൽ സൂഹയെടുത്ത് വന്ന് നീ സിയോജിനെ കാണുകയാണെങ്കിൽ എന്നെ വന്ന് മീറ്റ് ചെയ്യാൻ പറയാൻ പറയുന്നു. അവൾ അവിടെയെല്ലാം സിയോജിനെ നോക്കുന്നുണ്ട്. അവൻ ക്ലാസ്സിലുണ്ടായിരുന്നില്ല. അവൾ അവനെ കോൾ ചെയ്യുന്നു. പക്ഷെ അവനാകട്ടെ കോൾസ് ആൻസർ ചെയ്യുന്നുമില്ല. ഇവിടെ സിയോജിനാകട്ടെ സൂഹയെക്കുറിച്ചെല്ലാം ആലോചിക്കുകയാണ്. നീ ഇവിടെ നിൽക്കാമെന്നു ചോദിച്ച് സൂഹ അവിടേക്ക് വരുന്നു. സൂഹ അവൻ്റെ ബ്ലഡ് ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ താൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് അവൻ അവളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നീ ഇപ്പോൾ ഒരുപാട് മാറി. എനിക്കറിയാമായിരുന്ന എൻ്റെ സിയോജനല്ല നീ ഇപ്പോൾ എന്ന് അവൾ പറയുമ്പോൾ എനിക്കറിയാമായിരുന്ന എൻ്റെ സൂഹ്യല നീ ഇപ്പോൾ എന്ന് അവനും പറയുന്നു. സോറി പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഐ ക്യാൻഡി മെമ്പേഴ്സ് വീട്ടിലേക്ക് വരുമ്പോൾ മാനേജറായ ടീച്ചർ ഈ മാഗസിൻ നോക്കാൻ പറഞ്ഞ് ഒരു മാഗസിൻ അവന് കൊടുക്കുന്നുണ്ട്. ആ മാഗസിനിൽ എഴുതിയിരിക്കുന്നത് സിയോജിൻ ഒരു ജീനിയസ് സോങ് റൈറ്റർ ആണെന്നും അതേ സ്കൂളിൽ നിന്നാണ് ഐ ക്യാൻഡി വന്നിരിക്കുന്നത്. പക്ഷേ അവരത്ര ജീനിയസ് അല്ല.
അവർ ഒരു റിയൽ ബാൻഡല്ല, ഇന്റർനെറ്റ് വഴി ഭാഗ്യം കൊണ്ട് സക്സസ് ആയ ഒരു ബാൻഡ് മാത്രമാണെന്നും സിയോജിൻ പറയുന്നുണ്ട്. എന്നിട്ട് ഐക്യാൻഡി പബ്ലിക്കായി ചലഞ്ച് ചെയ്യുന്നു. ഇതെല്ലാം വായിച്ച് ഐക്യാൻഡി മെമ്പേഴ്സിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഈ ചലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അവന് കാണിച്ചു കൊടുക്കണമെന്ന് ടീച്ചർ അവരോട് പറയുന്നു. ഇവിടെ ഹാരി സിയോജിനടുത്ത് വന്ന് ആ മാഗസിനെ കുറിച്ച് ചോദിക്കുന്നു. ഇതെല്ലാം എന്താണ്? നിങ്ങൾ രണ്ടും ഒരേ സ്കൂളിൽ നിന്നാണ്, നീ എന്താ അവരെ ഇത്ര ഹേറ്റ് ചെയ്യാൻ ചോദിക്കുന്നു. ഞാൻ ആ മാഗസിനിൽ പറഞ്ഞെല്ലാം സത്യം മാത്രമാണെന്ന് സിയോജിൻ പറയുന്നുണ്ട്. നീ ഏറിൻ്റെ ഡുവറ്റ് കേട്ടോന്ന് സിയോജിൻ ചോദിക്കുമ്പോൾ കേട്ടോന്ന് ഹാരി പറയുന്നു. ഏറിൻ്റെ കൂടെ നമ്മുടെ കമ്പനിയിൽ നിന്ന് മറ്റൊരാൾ പാട്ട് പാടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന അവൻ പറയുന്നു. ആരാണെന്ന് ഹാരി ചോദിക്കുമ്പോൾ ഹ്യൂൻസു ആണെന്ന് അവൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഐക്യാൻഡി മെമ്പേഴ്സ് എല്ലാം ലൈവ് പെർഫോമൻസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാണ്. പക്ഷെ അവരാരും പ്രോപ്പറായി ചെയ്യുന്നില്ല. താൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഹ്യൂൻസു എണീക്കുമ്പോൾ എന്തു പറ്റിയെന്ന് ക്യൂഞ്ചൻ ചോദിക്കുന്നു. പിന്നീട് പറയാമെന്ന് പറഞ്ഞ് ഹ്യൂൻസു അവിടുന്ന് പോകുന്നുണ്ട്. നാളെ ലൈവ് പെർഫോമൻസ് ആണെന്നും പക്ഷെ ആരും പ്രോപ്പറായി പെർഫോം ചെയ്യുന്നില്ലെന്നും ജങ്ദു പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സുഹ ജിയക്കിന് വേണ്ടി വാങ്ങിച്ച് ആ ഷൂസുമായിട്ട് അവനെ കാണാൻ പോകുന്നു. പക്ഷെ അവനെ കാണാൻ ഒരുപാട് ഫാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഐക്യാൻഡി മെമ്പേഴ്സ് വരുമ്പോൾ അവരെല്ലാവരും ഇടികൂടുന്നുണ്ട്. ടീച്ചറിൻ്റെ കൂടെ കാണുമ്പോൾ സുഹ ടീച്ചറിനോട് താങ്കൾ ഇപ്പോൾ ഇവരുടെ മാനേജറാണോ ചോദിക്കുന്നു. ടീച്ചർ അതേന്ന് പറയുന്നുണ്ട്. ഇത് ജീഹക്കിന് കൊടുക്കണമെന്ന് പറഞ്ഞ് അവൾ ആ ഷൂസ് ടീച്ചറിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ടീച്ചർ വന്ന ഷൂസ് ജിയക്കിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ആ ലെറ്ററും അവൻ കാണുന്നു. സൂഹിയാണെന്ന് അറിയുമ്പോൾ അവൻ ഓടി വന്ന് വെളിയിൽ നോക്കുന്നു. പക്ഷേ അവൾ അവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് സീനിൽ ടീച്ചർ വാഷ്റൂമിൽ നിൽക്കുമ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് പെൻഡ്രൈവ് വെള്ളത്തിൽ വീഴുന്നുണ്ട്. റൂമിലേക്ക് വരുമ്പോൾ ഹാരി ടീച്ചറിനോട് റെക്കോർഡിംഗ് ചോദിക്കുന്നു. അതിൻ്റെ ആവശ്യം എന്താണെന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ താങ്കൾ കണ്ടില്ലേ, റിഹേഴ്സലിൽ ഇവർ പ്രോപ്പറായിട്ട് പെർഫോം ചെയ്തില്ല, അതുകൊണ്ട് ലൈവ് പെർഫോമൻസ് റിസ്ക് ആണ്, അതുകൊണ്ട് നമുക്ക് ഇന്ന് റെക്കോർഡിംഗ് യൂസ് ചെയ്യാമെന്ന് ഹാരി പറയുന്നു. റെക്കോർഡിംഗ് തൻ്റെ കയ്യിലില്ലെന്നും ബൈ മിസ്റ്റേക്ക് വാഷ്റൂമിൽ വെള്ളത്തിൽ വീണെന്നും ടീച്ചർ പറയുന്നു. ഇത് കേട്ട് ഹാരി ടീച്ചറിനെ വഴക്ക് പറയുന്നുണ്ട്. ഞങ്ങൾ ലൈവ് പെർഫോമൻസ് ചെയ്തോളാമെന്ന് ജിഹക്ക് പറയുന്നു. ഇവരുടെ പക്കൽ ഇപ്പോൾ ഇതല്ലാതെ മറ്റു ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഏറിൻ്റെ പെർഫോമൻസ് ആയിരുന്നു, അതിനുശേഷം ഐക്യാൻഡിയുടെ പെർഫോമൻസ്. ഐക്യാൻഡി മെമ്പേഴ്സ് നടന്നു വരുമ്പോൾ ഏറിൻ ഹ്യൂൻസിനെ നോക്കി ഹായ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഹ്യൂൻസോ അവളെ മൈൻഡ് ചെയ്യാതെ നടന്നു പോകുന്നുണ്ട്. ഐക്യാൻഡി പെർഫോം ചെയ്യുന്നു. സൂഹിയും ഈ പെർഫോമൻസ് കാണുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഹാജിന് ഇൻസ്ട്രുമെൻറ്റിന് എന്തോ പ്രശ്നം വരുന്നു. അവനത് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റ് മെമ്പേഴ്സ് എല്ലാം അവനെ നോക്കുന്നു. ഇതെന്താ സംഭവിക്കുന്നതെന്ന് എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്.